കഴിച്ചു നോക്ക്. എന്നിട്ട് എന്റെ കൈപ്പുണ്യം എങ്ങനെയുണ്ടെന്ന് പറ. നല്ല മണമൊക്കെ ഉണ്ടല്ലോ. ദത്തേട്ടാ എന്താ എന്താ ദത്തേട്ടാ എന്താ? അയ്യോ 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 ഇങ്ങനൊക്കെ കട്ടിട്ടുണ്ടാക്കോ? എന്താടി എന്ത് പറ്റും? അത് പിന്നെ വെള്ളം, കുറച്ച് വെള്ളം വേണം. നെറുകയിൽ കട്ട്ലറ്റ് കയറി. ആരുടെ? ദത്തേട്ടന്റെ. ദത്തേട്ടാ വെള്ളം കുടിക്കേ. വെള്ളം. അയ്യോ മുഴുവൻ കുടിക്കേ. അയ്യോ മതി മതി. എന്ത് പറ്റിയ ദത്ത? ഒന്നുമില്ല മുത്തശ്ശി. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല, മാറി. എന്നാ ഈ ബാക്കി കട്ട്ലറ്റ് കൂടി കഴിക്കും. അയ്യോ അല്ല, എനിക്ക് വയറ് നിറഞ്ഞു. ഇപ്പം ഇത് മതി. അതൊന്നും പറയാൻ പറ്റില്ല. ഞാൻ എന്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. കഴിച്ചേ. അല്ല അത് മുത്തശ്ശി, ആമി പ്ലീസ്, പിന്നെ മതി. പക്ഷെ ആമി, നീ കാണിച്ചത് മര്യാദകേടായി പോയി കേട്ടോ. എന്ത് മര്യാദ കേട്? ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോ വീട്ടിലെല്ലാവർക്കും കൊടുക്കണ്ടേ? അതെ, അത് ന്യായം. വേണമെങ്കിൽ ഇനിയാണെങ്കിലും കൊടുക്കാലോ. ദാണ്ടെ ഇഷ്ടംപോലെ ഇരിക്കല്ലേ മുത്തശ്ശി, ഇതാ എല്ലാവർക്കും കൊടുക്കും. മുത്തശ്ശി ഒരു മിനിറ്റ്. മുത്തശ്ശി ഒന്നേ, അതെ പൂജയ്ക്ക് കൊടുക്കല്ലേ. അതെന്താ അവള് കഴിച്ചാൽ ഇറങ്ങില്ല? അത് അതുകൊണ്ടല്ല. ഏതല്ലെങ്കിൽ ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അച്ഛയും നായരും മാത്രമായിട്ട് കഴിക്കണ്ട. അങ്ങനെയല്ലല്ലോ ഇവിടുത്തെ ശീലം. പൂജ മോളെ. അയ്യോ മുത്തശ്ശി. എന്താ മുത്തശ്ശി? മുത്തശ്ശി ദേ നിന്റെ ചേച്ചി ഉണ്ടാക്കിയ കട്ട്ലേറ്റ്. ഇത് കൊള്ളാലോ. അറിയാം. എങ്ങനെയുണ്ട് മോനെ, കൊള്ളാവോ? അടിപൊളി. എന്താ പിന്നെ പൂജമോള് പറഞ്ഞെടുത്തോ? അത് വേണ്ട. അതെന്താ? അത് ഈ ഗർഭിണികളെ ചിക്കൻ കട്ട്ലേറ്റ് കഴിക്കാൻ പാടില്ല എന്നാര് പറഞ്ഞു? അളിയൻ